ഗാസയിൽ ഭക്ഷണം തേടിയെത്തിയ 1500-ലധികം പലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് ഐക്യരാഷ്ട്രസഭ. കഴിഞ്ഞ 3.5 മാസത്തിനിടയിലാണ് ഇത്രയും മരണങ്ങൾ. മെയ് 27 മുതൽ ഓഗസ്റ്റ് 13 വരെയുള്ള ദിവസങ്ങളിൽ ഭക്ഷണം തേടിയിറങ്ങിയ 1760 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 994 പേർ ഇസ്രായേലിന്റെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് മരിച്ചത്. 766 പേർ ഭക്ഷണവുമായി വാഹനങ്ങൾ എത്തുന്ന പാതകളിലും മരിച്ചു വീണു. ഭൂരിഭാഗം പേരെയും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതാണെന്ന് UN മനുഷ്യാവകാശ ഓഫീസ് അറിയിച്ചു. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ എത്തുന്നവരെ വെടിവെച്ച് കൊല്ലുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടി ഇപ്പോഴും തുടരുകയാണെന്ന് ഗാസ സിവിൽ ഡിഫൻസും അറിയിച്ചു. ഇന്നലെ മാത്രം ഭക്ഷണം തേടിയെത്തിയ 12 പേരെയാണ് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത്. ഇതിനിടയിൽ ഗാസയിലെ ജനങ്ങൾ കടുത്ത കുടിവെള്ളക്ഷാമവും നേരിടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. കടുത്ത ചൂടിൽ ശുദ്ധജലക്ഷാമം നേരിടുന്ന ജനങ്ങൾക്ക് മലിനജലത്തെ ആശ്രയിക്കേണ്ടി വരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുവൈത്തിൽ വിഷമദ്യ ദുരന്തത്തിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ 31 പേരുടെ നില ഗുരുതരം. ആശുപത്രികളിൽ ഉള്ളവരുടെ വിവരങ്ങൾ അധികൃതർ നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. മരിച്ച കണ്ണൂർ സ്വദേശി സച്ചിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ 30-ലധികം പേർ വെന്റിലേറ്ററിലാണെന്നാണ് വിവരം. 50-ലധികം പേർക്ക് ഡയാലിസിസ് നടത്തിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. സന്ദർശക വീസ നടപടിക്രമങ്ങൾ കുവൈത്ത് കൂടുതൽ ലളിതമാക്കി. രാജ്യത്തേക്ക് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. ലളിതമായ നടപടിക്രമങ്ങളിലൂടെ വീസ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന സംവിധാനമാണ് കുവൈത്ത് ഒരുക്കിയിരിക്കുന്നത്. കുവൈത്ത് വീസ എന്ന പോർട്ടലിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സന്ദർശക ആവശ്യം എന്ത് തന്നെയായാലും ഈ പോർട്ടലിൽ അപേക്ഷ സമർപ്പിക്കാം. വെബ്സൈറ്റിൽ പ്രവേശിച്ച് വ്യക്തിഗത വിവരങ്ങളും യാത്രാ വിവരങ്ങളും സമർപ്പിച്ചാണ് അപേക്ഷിക്കേണ്ടത്. ടൂറിസ്റ്റ്, ബിസിനസ്, ഫാമിലി എന്നീ വിഭാഗങ്ങളിൽ വീസ ലഭ്യമാണ്. വീസ അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ ഫീസ് അടച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം. NTV UAE to the world.